ഹായ്, ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇതൊരു പ്രത്യേക ചീരയാണ് കേട്ടോ. ഇവിടെ നാട്ടിലൊക്കെ കിട്ടുന്ന നമ്മുടെ വയലിലും ചെറിയ തോടുകളിലൊക്കെ അരികിൽ കൂടിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകുന്ന ഒരു തനി നാടൻ ചീരയാണ് കേട്ടോ. ഇതിൻ്റെ പേര് വയൽ ചീര എന്നാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ ഇലയൊക്കെ ചിലപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനത്തെ ഈ ചീര. ഇതിൻ്റെ ഇല കണ്ടില്ലേ? കണ്ടില്ലേ? എന്താ ഈ ഇല കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ഈ വയലിലൊക്കെ ധാരാളം ഇങ്ങനെ ഉണ്ടാവും. അതിൻ്റെ സൈഡിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. വേഗം ഉണ്ടാവും, വേഗം നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. നമുക്ക് കുറച്ച് നനവൊക്കെ നന്നായിട്ടുണ്ടാവുന്ന സ്ഥലത്തൊക്കെ പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും. നമുക്കിങ്ങനെ ഇങ്ങനെ നമ്മൾ മണ്ണൊക്കെ നന്നായി കിളച്ച് ഒരുക്കി അങ്ങനെയും ചെയ്യാം. അങ്ങനെ വരിയെടുത്തിട്ട് നടില്ലേ, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ അത് ഇന്നിപ്പം ഈ ചീരയാണ് നമുക്ക് ഇന്നത്തെ ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത് നല്ല പരിപ്പും തേങ്ങയും ജീരകവും ചെറിയുള്ളിയൊക്കെ അരച്ച് നമ്മൾ നല്ലൊരു കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല പോഷകസമൃദ്ധമായിട്ടുള്ള ഒരു ചീരയാണിത്. അപ്പോൾ ഇതൊക്കെ ഇത് നമുക്ക് കിട്ടാനൊക്കെ വളരെ പ്രയാസമാണ്. നല്ല നാട്ടിൻപുറങ്ങളിലൊക്കെ ഇത് കിട്ടുള്ളൂ. പിന്നെ ഇതിന് വലിയ നോട്ടമൊന്നും വേണ്ട ആവശ്യമില്ല. ഇത് പിന്നെ നമ്മൾ അത്യാവശ്യം വളമൊക്കെ കൊടുത്ത് ഇത് നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി വളരുന്ന കാരണം കൊണ്ട് കീടശല്യങ്ങൾ വളരെ കുറവായിരിക്കും. നമുക്ക് ഒരുപാട് വളമൊക്കെ ഇട്ടാലാണ് അല്ലെങ്കിൽ ഒരുപാട് കെയർ ചെയ്താലാണ് അങ്ങനെ ഉണ്ടാവുള്ളൂ. അങ്ങനെയൊന്നുമില്ല. ഇത് നമുക്ക് നന്നായിട്ട് നമ്മളിപ്പോൾ വരി മണ്ണൊക്കെ ഒരുക്കി വരിയൊക്കെ എടുത്തിട്ട് വെച്ചാൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ തണ്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ നല്ല പോഷകസമൃദ്ധമായിട്ടുള്ള ചീര നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലെ ഒരു ചെറിയൊരു ബക്കറ്റിലാക്കിയിട്ട് ഇന്ന് നടുന്ന ഒരു ചെറിയ രീതിയാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ നോക്കി നോക്കൂ. ഇതിൻ്റെ കണ്ടില്ലേ? ഇത് ഒരു ചെറിയ നമ്മൾ കുനുവായിട്ടുള്ള, അതായത് നല്ല തളിര ഇലയാണ് നോക്കിയിട്ട് എടുക്കാറ്. അപ്പോൾ കണ്ടില്ലേ? ഇത് അതിൻ്റെ ഒരു ഇങ്ങനെ മുളച്ച് വരുന്നത്. അപ്പം കണ്ടില്ലേ? ഇതിൽ ചെറിയൊരു വേരിൻ്റെ ഇത് കണ്ടല്ലോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ കണ്ടോ, ഇതിൻ്റെ പോലെ ഇങ്ങനെ നമ്മളിങ്ങനെ ഉണ്ടാകുന്ന ചെറിയ തളിര് ആയിട്ടുള്ളതിൻ്റെ ആ ചെറിയ തലപ്പൊന്നാകെ പറിച്ചിട്ട് നമ്മൾ നല്ല തണ്ടോട് കൂടിയിട്ട് ഇലയും കൂട്ടിയിട്ട് അരിഞ്ഞിട്ടാണ് നമ്മളിത് വെക്കുന്നത്. അപ്പം വളരെ സ്വാദിഷ്ടമായിട്ടുള്ള വളരെ സമ്പുഷ്ടമായിട്ടുള്ള ഒരു ചീരയാണ്. ഇതിൻ്റെ ഇലയൊക്കെ നിങ്ങൾക്ക് കണ്ടറിയാം. പിന്നെ നോക്കി നോക്കൂ, ഇതിൽ ചെറിയ കുനിപ്പായിട്ട് നമ്മളിപ്പോൾ വേര് കണ്ടില്ലേ? അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ ഒരു ഹോളാണ്. കണ്ടില്ലേ? സാധാരണ രീതിയിൽ നമ്മൾ തണ്ടൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന പോലെ ഇത് ശരിക്കും ഒരു ഹോളാണ്. അപ്പം ഇത് പൊട്ടിച്ച് നമുക്ക് അപ്പുറത്തേക്ക് കാണാം. അങ്ങനെ ഒരു വളരെ ഉള്ളിൽ ഓട പോലെയുള്ള ഒരു ചെറിയ ഒരു സസ്യമാണ്. ആഹാരത്തിൽ ഉൾപ്പെടുത്താവുന്ന പോഷകസമൃദ്ധമായിട്ടുള്ള ഒരു ഇല നമ്മൾ ചീര. നമുക്കിതിങ്ങനെ പറിച്ച് കഴിഞ്ഞാൽ ഇതിൽ കണ്ടില്ലേ? ഇത് തണ്ട് നോക്കി നോക്കൂ. കണ്ടോ? ഈ തൊണ്ടിൽ കൂടെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. കണ്ടില്ലേ? ഇത് ഒരു ചെറിയ ഒരു ഹോള് പോലെ അല്ലേ? നമ്മുടെ ഓമക്കായുടെ തണ്ടിൻ്റെയൊക്കെ ഒരു മോഡലാണ് ഇതിൻ്റെ തണ്ട് വരുന്നത്. വളരെ തളിരായിട്ടുള്ള തണ്ടാണ്. നമുക്കിത് അരിഞ്ഞിട്ട് പെരിയോ പിന്നെ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യാൻ കണ്ടില്ലേ? ഇപ്പം നമ്മൾ തണ്ട് പറിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ തുമ്പിലൊക്കെ ധാരാളം വേരുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ? ഇതിലൊക്കെയും വേരുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആ വേര് നോക്കിയിട്ട് ഇതിൻ്റെ ഇലയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ചെറിയ ചെറിയ വേരുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ ആക്കിയിട്ട് തന്നെ നമുക്കത് നടാം. അപ്പോൾ വേഗം പിടിച്ചു കിട്ടും. അപ്പോൾ അതിന്ന് അങ്ങനെ ജസ്റ്റ് നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം നമുക്ക് ഇത് ഏതാണ് തണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, തണ്ടിൻ്റെ ഈ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഒന്ന് ഈ ഇലയൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് പൊട്ടിക്കാം. എന്നിട്ട് നമുക്ക് അതുപോലെ തണ്ടാക്കാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ തണ്ട് മാത്രമായിട്ട് ആക്കാം. എന്നിട്ട് ആ വേരുള്ള രീതിയിൽ നമുക്ക് കൊണ്ടുപോയിട്ട് നടാം. അപ്പോൾ നമ്മൾ വീട്ടിൽ ഇതിപ്പോൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതിപ്പോൾ നമ്മുടെ വീടുകളുടെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് പൊട്ടിച്ചിട്ട് തന്നെ എടുക്കാം. അപ്പോൾ നമുക്കത് പ്രത്യേകമായിട്ട് നടേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ വാങ്ങുകയാണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഇത് വാങ്ങേണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ച് വേരൊക്കെ ഉള്ള കണ്ടത് അതുപോലെ ഇങ്ങനെ മാറ്റി ഇലയൊക്കെ ജസ്റ്റ് പൊട്ടിച്ചിട്ട് ജസ്റ്റ് വേര് ഉള്ളതൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് നമുക്ക് പോയിട്ട് നടാം. ആ നടുന്ന ഒരു ചെറിയ ഒരു ചെറിയ ബക്കറ്റിലാക്കിയിട്ടാണ് നമ്മളിത് നടുന്നത്. ആ കുഞ്ചു വന്നിട്ടില്ല, സ്കൂളിൽ നിന്ന് വന്നിട്ടില്ല. അപ്പോൾ നമുക്കിന്ന് അങ്ങനെയാണിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ടെറസിൻ്റെ മുകളിലേക്ക് പോകാം. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ വീട്ടിൻ്റെ ഒരു പൂച്ചയും ഒരു കോഴിയും വന്നിട്ടുണ്ട്. അപ്പോൾ മുത്തശ്ശൻ ചോറ് കൊണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് ചോറിങ്ങനെ മുറ്റത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കൊത്തിക്കൊരുക്കി തിന്നാൻ ഒരു പൂച്ചയും ഒരു കോഴിയും വന്നതാണ് കേട്ടോ. അപ്പം നല്ല മഴയുണ്ട്. മുറ്റമൊക്കെ നല്ലോണം
എന്താ പറയുക പച്ചപ്പൊക്കെ വന്നിട്ടുണ്ട്. വഴുക്കാണ്ടൊക്കെ പോകണം. അടുപ്പിച്ച് ഇങ്ങനെ നിർത്താണ്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെ മഴ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ, കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ ഈ ചീര കണ്ടിട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ എങ്ങനെയാണ് വെക്കുന്നത്, നിങ്ങളുടെ റെസിപ്പി എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് പോകാം. ജസ്റ്റ് ഗ്രോ ബാഗിലാണ് ഒരു 5-8 തണ്ട് ഞാനിട്ടിട്ട് നടാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മൾ ഇതാ ഈ ഒരു ഗ്രോ ബാഗ് ഒരു ബക്കറ്റിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഗ്രോ ബാഗല്ല, ബക്കറ്റിലാണ് വളമൊക്കെ ചേർത്തിട്ട് മണ്ണ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ചെറിയ കുഴി കുടിച്ചിട്ട് ഈ അതിനകത്തേക്ക് തയ്യല്ല, ഈ ഒരു എന്താ പറയുക, ഈ ഒരു തണ്ടുകൾ നമ്മൾ അതിനകത്തേക്ക് നട്ടു കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ വേരൊക്കെ ജസ്റ്റ് മണ്ണിലേക്കാവുന്ന പോലെ ഒന്ന് ചെരിച്ചിട്ടാണ് കേട്ടോ നട്ടിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് വയൽച്ചീര നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് വേഗം ഉണ്ടാവും, പെട്ടെന്ന് തന്നെ ഉണ്ടാവും. അതിൻ്റെ വേരൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് അത് വേഗം ഉണ്ടാവും, നന്നായിട്ട് പടർന്ന്. വയലിൻ്റെ അടുത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനും ഇത് നേരത്തെ വല്ലാണ്ട് രീതിയിൽ കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇതിപ്പോൾ ഇതാണ് ഇല, ഇങ്ങനെ നമ്മളെ വയലിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ കഴിക്കാൻ പറ്റുമെന്ന് നമുക്ക് അറിയണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ നമ്മുടെ വ്ളോഗ്സൊക്കെ കാണുമ്പോൾ ഓരോരുത്തർ യൂട്യൂബേഴ്സൊക്കെ ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇത് വയൽ ചീര എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴാണ് ഇത് കഴിക്കാൻ പറ്റുന്നതാണെന്നുള്ളത് അറിഞ്ഞപ്പം നമ്മളത് ജസ്റ്റ് നമ്മുടെ വീട്ടിൽ തന്നെ ഒന്ന് നട്ടു നോക്കുക. അപ്പോൾ എല്ലാവരും കിട്ടിയ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇലയൊക്കെ അതന്നെയല്ലേന്ന് ഉറപ്പാക്കി, അറിയുന്ന ഒരാളടുത്തതൊക്കെ ഉറപ്പാക്കിയിട്ട് നമുക്ക് നല്ലൊരു പിന്നെ വീട്ടിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എന്താ പറയുക, നമുക്ക് എപ്പോഴും അവൈലബിൾ ആവുന്ന രീതിയിൽ നമ്മുടെ ഗ്രോ ബാഗുകളിലോ ചെറിയ ബക്കറ്റുകളോ അല്ലെങ്കിൽ പൊട്ടിയ പ്ലാസ്റ്റിക് ആയിട്ടുള്ള പാത്രങ്ങളിലോ അങ്ങനെയൊക്കെ നമുക്ക് നട്ട് വയ്ക്കാം. അപ്പോൾ ഓരോ തണ്ട് വെച്ചാലും പിന്നെ പെട്ടെന്ന് അത് ഉണ്ടാവും. നമ്മൾ ആ രീതിയിൽ നമുക്ക് നല്ലൊരു എന്താ പറയുക, പോഷകസമൃദ്ധമായിട്ടുള്ളൊരു ഭക്ഷണത്തിൽ ഏറ്റവും എന്താ പറയുക ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അപ്പം നമുക്കതൊക്കെ ഒന്ന് ഉൾപ്പെടുത്തി വയ്ക്കാം. ഇത് എൻ്റെ ഒരു ചെറിയ മട്ടുപ്പാവിലെ ചെറിയ തോട്ടമാണ് കേട്ടോ എല്ലാം കൂടി. ഇപ്പോൾ കുറേയൊക്കെ എന്താണ് പുല്ലും കുറേ ഇതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. തക്കാളിയും കുമ്പളവും പിന്നെ മഞ്ഞളും പച്ചമുളകും ചീനമുളകും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഇപ്പോൾ കുറേ മഴ അങ്ങനെ അടുപ്പിച്ച് നിൽക്കണ കാരണം കുറേയൊക്കെ നാശമായി പോയിട്ടുണ്ട്. മത്തനൊക്കെ ഉണ്ടായിട്ട് വരുന്നുണ്ട്. നെയ്ക്കുമ്പളവും ഒക്കെ തയ്യാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അത് പറിച്ച് നടണം. പക്ഷേ ഇപ്പോൾ ഈ മഴ ഇങ്ങനെ നിന്നുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്കത് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ നിൽക്കണ പാട്ടിൽ നിൽക്കട്ടെ വിചാരിച്ചിട്ടാണ്. ചെറുങ്ങനെ കയ്പ, പിന്നെ അതുപോലെ ഇത് കസ്തൂരി മഞ്ഞളാണ് കേട്ടോ, സാധാ മഞ്ഞളും അതിൻ്റെ ഇടയിലുണ്ട്, ഇഞ്ചിയുണ്ട്, അതുപോലെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ തോട്ടമാണ് ഇപ്പം എൻ്റെ. ഇത് ഇപ്പോൾ തക്കാളീൻ്റെ ഇടയിൽ നോക്കി നോക്കുക, ഒരു ചെറിയ ക്യാരറ്റിൻ്റെ തൈ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടോ. അത് കുറേ ഉണ്ടായിരുന്നു, അതൊക്കെ ഈ മഴയത്ത് അങ്ങനെ നാശമായി പോയി. പിടിച്ചിട്ടുണ്ട്. അത് വേനൽക്കാലമായപ്പം നനയ്ക്കാത്ത വെള്ളത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായപ്പം അതൊക്കെ നാശമായി പോയി. ഇപ്പം അത് രണ്ടാമത് ഇങ്ങനെ തളിർത്ത് വരുന്നേ ഉള്ളൂ. വലിയ കൊമ്പൊക്കെ നന്നായിട്ട് ഉണങ്ങിപ്പോയി. പിന്നെ ഇതേ കുമ്പളമൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുമ്പളമൊക്കെ ചെറിയതേ പൂവലായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം ഒരു കുഞ്ഞു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ വയൽ ചീരയുടെ നല്ലൊരു വിഭവം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാണണം. അപ്പം ഇത്രയൊക്കെയാണ്. കുറേ ആയിട്ട് വീഡിയോസുമായിട്ടൊന്നും വരാറില്ല, വരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമതും വീഡിയോസ് ഇടാനുള്ള ഒരു ചെറിയ തിരക്കിലാണ്. അപ്പം വീഡിയോസൊക്കെ ഇടണം, നന്നായിട്ട് ചെയ്യണം എന്നുള്ളൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഒരു കുഞ്ഞ് കയ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നല്ല രീതിയിൽ എന്താ പറയുക, ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഉണ്ടാക്കിയതായിരുന്നു. പക്ഷേ അത് അമിതമായിട്ടുള്ള മഴയും ചതിച്ചു. അതുപോലെ പിന്നെ അമിതമായിട്ടുള്ള വെയിലും, ഇത് രണ്ടും കൂടി ആകുമ്പോൾ നമ്മുടെ കൃഷിക്ക് നമ്മളങ്ങനെ എന്താ പറയുക സന്തുലനം ചെയ്തു പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നല്ല മഴ വരുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.